ഇവിടെ നമ്മുടെ നാടിനെതിരെ ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതായി കാണാൻ നമുക്ക് സാധിക്കും. സംസ്ഥാനത്തെക്കുറിച്ച് ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കൊല്ലത്ത് വെച്ച് നടന്ന LDFിൻ്റെ റാലിയിലാണ് മുഖ്യമന്ത്രി ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ നമ്മുടെ നാടിനെതിരെ ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതായി കാണാൻ നമുക്ക് സാധിക്കും. അതിലേറ്റവും പ്രധാനമായതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള വല്ലാത്ത പ്രചാരവേല. ചിലർ പറയുന്നത് കേരളം അങ്ങ് കടക്കണിയിലായിപ്പോയി, ഇനിയൊരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല, എല്ലാം തകർന്നു പോയി. എന്താണ് അവസ്ഥ? കേരളത്തിൻ്റെ വായ്പാ വരുമാന അനുപാതം, അതാണ് സാധാരണ മാനദണ്ഡമായി എടുക്കേണ്ടത്. അത് 2020-21 38%. 23-24 ആയപ്പോൾ 34% കുറഞ്ഞു. ഇനിയും കുറയും. ഇത് കാണിക്കുന്നത് സാമ്പത്തിക രംഗത്ത് നമുക്ക് നേടാൻ കഴിഞ്ഞ പുരോഗതി തന്നെയാണ്. കടക്കണി എന്നത് കേരളത്തിൻ്റെ വികസന വിരുദ്ധർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നാം ഓർക്കണം. നമ്മുടെ നാടിന് ഈ നാടിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളൊരു രാജ്യമാണ്. ആ ദരിദ്രരുള്ള ഏറ്റവും കൂടുതൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ നമ്മൾ 105ാം സ്ഥാനത്താണ്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അയൽപക്ക രാഷ്ട്രങ്ങളുണ്ടല്ലോ, ഒന്നുപോലും നമ്മുടെ പുറകിലില്ല, എല്ലാം മേലെയാണ്. ഇതാണ് അവസ്ഥ. എന്താ സംഭവിക്കുന്നത്? രാജ്യത്ത് പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കുന്നു, സമ്പന്നർ അതിസമ്പന്നരാകുന്നു, അതിസമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ആക്കം വർദ്ധിക്കുന്നു, ദരിദ്ര കുടുംബങ്ങളുടെയും ദരിദ്രരുടെയും എണ്ണവും വർദ്ധിക്കുന്നു. എന്നാൽ ആ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം കേരളത്തിൽ. എന്തുകൊണ്ടാണത്? നമ്മുടെ പൊതുവിതരണ രംഗം അതിശക്തമാണ്. പാവപ്പെട്ടവരെ കണ്ടുകൊണ്ടുള്ള ഇടപെടൽ നടത്താൻ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്. ഇപ്പോൾ അതിദരിദ്രർ രാജ്യത്താകെയുണ്ട്. ഈ വരുന്ന നവംബർ 1-ാം തീയതി നാം നേരത്തെ പ്രഖ്യാപിച്ച രീതിയിൽ കേരളം ഒരു പുതിയ പദവി നേടാൻ പോകുന്നു. രാജ്യത്ത് ഏക സംസ്ഥാനം, അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനം എന്ന പദവി കേരളം നവംബർ 1-ന് നേടാൻ പോകുന്നു. നല്ല പുരോഗതി അതിൽ നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നമുക്കെതിരെ നടക്കുന്ന പ്രചാരവേലയുടെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ, നമ്മുടെ പദ്ധതികൾ ആകെ തകർന്നു പോവുകയാണ് എന്ന കാര്യമാണ്. എന്നാൽ പദ്ധതി വിഹിതത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ നമ്മളങ്ങനെ തകരുകയല്ല എന്ന് കാണാൻ സാധിക്കും. 2025 മാർച്ച് 31-നാണല്ലോ ആ സാമ്പത്തിക വർഷം അവസാനിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ വാർഷിക പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഈ പ്രചാരവേല കേട്ടാൽ തോന്നും നമ്മളൊരു പകുതിയിൽ താഴെ പണം ചെലവഴിച്ചുകൊണ്ടുവന്നു. ഈ 30,370 കോടിയിൽ 29,224 കോടി 23 ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 96.23%. ഇത് പദ്ധതി ചെലവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ട് എന്നല്ല കാണിക്കുന്നത്. മാതൃകാപരമായ ചെലവ് നടത്തുന്ന, പദ്ധതി പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ് എന്നതാണ്. ഇവിടെ വേറൊരു കണക്ക് നമുക്കെടുക്കാം. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം. ഇവിടെ
വാർഷിക പദ്ധതിയിൽ നാം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് വകയിരുത്തിയത് 8,532 കോടി രൂപയായിരുന്നു. 8,532 കോടിയിൽ 8,531 കോടിയല്ല ആയത് കേട്ടോ ചെലവ്. 8,532 കോടി വകയിരുത്തിയിട്ട് ചെലവിട്ടത് 9,452 കോടി 72 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാൽ 110.79% ചെലവ്. കേരളത്തിലല്ലാതെ വേറെ എവിടെ നടക്കും ഇത്? ആ സംസ്ഥാനത്തെക്കുറിച്ചാണ് തീർത്തും തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. ഇത്രയെല്ലാം പ്രതിസന്ധികളുണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് കഴിയുന്നത്? നമ്മുടെ സംസ്ഥാനത്തിൻ്റേതായ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റേതായ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റേതായ ഉൽപ്പാദനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച നല്ല നിലയിൽ കൂടിയിരിക്കുന്നു. ഒരു വർഷം എടുത്താൽ 2022-23 10.72% അത് 23-24 11.97%. പ്രതിശീർഷ വരുമാനത്തിലും നല്ല വർധനവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. അതിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളും നല്ലതുപോലെ ഇടപെടുന്നുണ്ട് എന്നതാണ് നാം കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക രംഗം വലിയ തോതിലുള്ള വികസനം നേടിയ ഘട്ടമാണിത്. നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം നേടുന്ന അവസ്ഥയുണ്ടായി. എങ്ങനെ വന്നതാണത്? അത് സ്വയംഭൂവായി സംഭവിച്ചതല്ല. ഇവിടെ വ്യവസായത്തിന് പറ്റാത്ത നാടാണെന്നായിരുന്നല്ലോ കണക്ക്. നേരത്തെ നമ്മുടെ നാട്ടിൽ നിക്ഷേപം നടത്താൻ തയ്യാറായ ഒരാൾ വന്നു എന്ന് വിചാരിക്കുക. അയാൾ നിക്ഷേപിക്കേണ്ട സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ എത്താൻ അനുഭവിക്കേണ്ട കഷ്ടമുണ്ട്. കാരണം യാത്രാ ദുരിതം. അവിടെ എത്തിക്കഴിയുന്നതോടെ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ട്. പിന്നെ ഇങ്ങോട്ടില്ല. അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും പോയി അദ്ദേഹത്തിൻ്റെ പദ്ധതി തുടങ്ങും. ഇന്ന് ആ അനുഭവമില്ല. എല്ലായിടവും നല്ല യാത്രാ സൗകര്യം വന്നു, നല്ല പശ്ചാത്തല സൗകര്യം വന്നു. അതോടൊപ്പമോ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിൽ എന്താണ് നാം പുറകോട്ട് പോകാൻ കാരണം എന്നത് 2016 വന്ന സർക്കാർ ആലോചിച്ചു. ആ ആലോചനയുടെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട വ്യവസായികളെ വിളിച്ചുകൂട്ടി, ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചുകൂട്ടി, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു, മാറ്റങ്ങൾ വരുത്തി. അതിൻ്റെ ഭാഗമായി 2016 ശേഷം തന്നെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി, ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. നമ്മുടെ മാനസിക ഘടനയും മാറേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള ബോധവൽക്കരണം ആ വഴിയിലേക്കും കാര്യങ്ങൾ നീങ്ങി. അങ്ങനെ എല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ് നമ്മുടെ സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം രാജ്യത്തെ നമ്പർ 1 എന്ന നിലയിലേക്ക് എത്തിച്ചത്.